ഓം ശാന്തി. പത്രപുഷ്പം ജാനകി ദാദിയുടെ ക്ലാസിന്റെ ഹെഡിങ് निमित्त आत्माए कुछ नुमा कुछ मिजाज है तो सबके आधार मूर्त और उद्धार मूर्त बन सकती है. നിമിത്ത ആത്മാക്കൾ സന്തോഷം നിറഞ്ഞവരാണെങ്കിൽ सबके आधार मूर्त और उद्धार मूर्त बन सकती है. നിമിത്തമായവർ സന്തോഷം നിറഞ്ഞവരാണെങ്കിൽ മറ്റുള്ളവർക്ക് ആധാരമൂർത്തിയും ഉദ്ധാരമൂർത്തിയുമാകാൻ സാധിക്കും. കഹാ ജാതാ ഹൈ അന്തമതി സോഗതി. പറയപ്പെടുന്നു, അന്തിമ സമയത്ത് എന്ത് സ്മൃതിയാണോ ഉള്ളത് അതായിരിക്കും നമ്മുടെ ഗതി. ഹമാരി ഗതി സങ്കല്പ കെ ആധാർ പർ ബനി ഹുയി ഹൈ. നമ്മുടെ ഗതി അന്തിമ സമയത്തിന്റെ ആ ഒരു സ്മൃതിയാണ്, അതിന്റെ ആധാരത്തിലാണ് നമ്മുടെ ഗതി ഉണ്ടാകുന്നത്. ഹമേ അപ്നി അവസ്ഥ ജമാനെ കാ ബഹുത് ഷൗഖ് ഹോ. നമുക്ക് നമ്മുടെ മാനസിക അവസ്ഥ ഒരേപോലെ ആക്കി വെക്കാനുള്ള താല്പര്യം ഉണ്ടാകണം. എന്ത് നടന്നാലും അതിനനുസരിച്ച് നമ്മുടെ മനസ്സ് മാറരുത്. എപ്പോഴും നമ്മുടെ മനസ്സ് നമ്മൾ സ്വയം ചെക്ക് ചെയ്യണം. എന്തുകൊണ്ട് എൻ്റെ മനസ്സ് അതൃപ്തിയാകുന്നു, എന്തുകൊണ്ട് എൻ്റെ മനസ്സ് അസ്വസ്ഥമാകുന്നു, എന്തുകൊണ്ട് എൻ്റെ മനസ്സ് ഒരു സന്തോഷമില്ലാതെ ഇരിക്കുന്നു. ഇങ്ങനെ നമ്മൾ ബാബയുടെ ഒരു ചില പോയിന്റുകൾ നമ്മുടെ ബുദ്ധിയിൽ സ്ഥിരം പ്രിന്റ് ചെയ്ത് വെക്കണം. അപ്പൊ നമ്മുടെ അവസ്ഥ എപ്പോഴും നല്ല രീതിയിലായിരിക്കണം എന്ന താല്പര്യം നമുക്കുണ്ടാകണം. ഹം അഭി അവസ്ഥ ജമാ രഹേ ഹേ. ആ ഒരു അവസ്ഥ നമ്മൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവസ്ഥ ജമാനയ്ക്ക് ലിയെ അഭി ഖ്യാൽ ആയ. ഇപ്പോഴാണ് നമ്മുടെ മനസ്സ് നല്ല സ്ഥിതിയിൽ വെക്കണം എന്ന ബോധം വരുന്നത്. जैसे बिल्डिंग बनाने के पहले फाउंडेशन खोदते हैं. अगर फाउंडेशन ना हो तो खतरा है. കെട്ടിടം പണിയുന്നതിന് മുൻപ് അടിത്തറ വാനം തോണ്ടി അടിത്തറ നല്ല സ്ട്രോങ് ആയിട്ട് ഉണ്ടാക്കാറില്ലേ? കെട്ടിടത്തിന്റെ അടിത്തറ സ്ട്രോങ് അല്ലെങ്കിൽ ബിൽഡിങ്ങിന് തന്നെ അപകടമാണ്. പെഹലെ ഖോത്തെ ഹേ ഫിർ പില്ലർ ലഗാ ദേത്തെ ഹേ. ആദ്യം വാനം തോണ്ടുന്നു, പിന്നെ പില്ലർ ഇടുന്നു. ഹം ജैसे യജ്ഞ കെ പില്ലർ ഹേ. നമ്മൾ യജ്ഞത്തിന്റെ പില്ലറാണ്. एक बारी किसी ने कहा था कि मैं क्या सेवा करूं. ഒരു പ്രാവശ്യം ആരോ ദാദിയോട് ചോദിച്ചു, ഞാൻ എന്ത് സേവനമാണ് ചെയ്യേണ്ടത്? तो मैंने कहा यज्ञ का पिल्लर बन जाओ. അപ്പൊ ദാദി പറഞ്ഞു, നീ യജ്ഞത്തിന്റെ പില്ലറാക്. ആപ് സബ് യജ്ഞ കെ പില്ലർ ഹോ. നിങ്ങൾ ഓരോരുത്തരും യജ്ഞത്തിന്റെ പില്ലറാണ്. അതായത് അതത് സെന്ററിൽ വരുന്ന ഓരോ വിദ്യാർത്ഥികളും യജ്ഞത്തിന്റെ പില്ലറാണ്. ഫൗണ്ടേഷൻ ബാബ ഇട്ടു അല്ലേ? ബാബ 1936 ശിവ ബാബ ബ്രഹ്മ ബാബയിലൂടെ യജ്ഞം തുടങ്ങി വെച്ചു. ഇനി നമ്മൾ ഓരോരുത്തരും പില്ലർ ആകുകയാണ് വേണ്ടത്. പില്ലറിന് ഒരു കെട്ടിടത്തിന് എത്ര പ്രാധാന്യം ഉണ്ടെന്ന് നോക്കൂ. കഴിഞ്ഞ ദിവസം ബാബ പറഞ്ഞായിരുന്നു, ഒരു സെന്റർ നടത്തുക എന്ന് പറഞ്ഞാൽ അത് സാധാരണ കാര്യം അല്ല. അവർക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഉണ്ട്. അപ്പം നിങ്ങൾ ഓരോരുത്തരും പില്ലർ ആകുമ്പോൾ എന്ത് സഹയോഗമാണെന്നറിയാമോ ആ സെന്ററിനൊക്കെ കിട്ടുന്നത്? സോ ദാദി പറഞ്ഞു, എന്ത് സേവ ചെയ്യണം എന്ന് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ദാദി പറയുന്നു, പില്ലർ ആകൂ. നമ്മളെല്ലാരും പില്ലറാണ്. പില്ലർ മജ്ബൂത്ത് ഹോ ക്യൂക്കി ഉസ്കെ സഹാരെ ബിൽഡിംഗ് കടി ഹേ. പില്ലർ സ്ട്രോങ് ആകണം. കാരണം ബിൽഡിംഗ് നിൽക്കുന്നത് പില്ലറിന്റെ അടിസ്ഥാനത്തിലാണ്. मुझ आत्मा को परमात्मा ने क्या पाठ दिया है उसको मैं समझूं. ആത്മാവായ എനിക്ക് പരമാത്മാവ് എന്ത് പാട്ടാണ് തന്നിരിക്കുന്നത് അത് ഞാൻ മനസ്സിലാക്കണം. मैं आत्मा हूं यह समझा पर मुझ आत्मा का पाठ क्या पाठ है. ഞാൻ ആത്മാവാണ് എന്നത് മനസ്സിലാക്കി, പക്ഷെ ആത്മാവായ എനിക്ക് എന്ത് പാട്ടാണ് ഉള്ളത്? एक्टर हमेशा यह देखता है कि मेरा क्या पार्ट है. ആക്ടർ എപ്പോഴും കാണാറുണ്ട്, നോക്കാറുണ്ട് എനിക്ക് എന്താണ് പാർട്ട് എന്ന്.
तो औरों को भी नहीं देखता कि उसको क्या पार्ट है. ആക്ടർ മറ്റുള്ളവരെ അല്ല നോക്കുന്നത് അവർക്ക് എന്ത് പാർട്ടാണെന്ന്, എനിക്കെന്ത് പാർട്ടാണ്. उसको शायद डिसमिस भी कर दे कि ये अपने पार्ट को रिहर्सल नहीं कर रहा है. അവരെ വേണമെങ്കിൽ ആക്ടറിനെ ഡിസ്മിസ് ചെയ്യാം. കാരണം അവർ അവരുടെ പാർട്ടിനെ എന്ത് ചെയ്യുന്നില്ല, അവര് റിഹേഴ്സൽ നടത്തുന്നില്ല. അതുകൊണ്ട് ഡ്രാമ ഡയറക്ടർ ക്രിയേറ്റർ, ഡ്രാമയുടെ ഡയറക്ടർ ക്രിയേറ്റർ ആരാണ്? ബാബയാണ്. वो खुद भी अपना पार्ट बताता है, मेरा यह पार्ट है. ബാബയും തന്റെ പാർട്ടിനെ കുറിച്ച് പറയുന്നുണ്ട്, എന്റെ പാർട്ട് ഇതാണ് എന്ന്. ബ്രഹ്മ ബാബ के शरीर का आधार लिया है. ബ്രഹ്മ ബാബയുടെ ശരീരം ആധാരമാക്കി. अगर यह आधार ना होता तो वो भी कुछ कर नहीं सकता. നോക്കൂ, ബ്രഹ്മ ബാബ ആധാരമായില്ലെങ്കിൽ ശിവബാബയ്ക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ശിവബാബ ഇല്ലെങ്കിൽ ബ്രഹ്മബാബയ്ക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. इसके साथ वो ना होता तो इसका डायरेक्शन कौन देता. ശിവബാബ ബ്രഹ്മബാബയുടെ കൂടെ ഉണ്ടായിരുന്നില്ല എങ്കിൽ ആര് ബ്രഹ്മബാബയ്ക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കും? ഇസേ കോൺ കറാത്ത, ആര് ബ്രഹ്മബാബയിലൂടെ ചെയ്യിപ്പിക്കും? കറാവനഹാർ വോ ഹേ കറനഹാർ യേ ഹേ. ചെയ്യിപ്പിക്കുന്നത് ശിവബാബ, ചെയ്യുന്നത് ബ്രഹ്മബാബ. करावनहार और करणहार दोनों हमारे आंखों के सामने खड़े हैं. ചെയ്യുന്ന ബാബ, ചെയ്യിപ്പിക്കുന്ന ബാബ, ഈ രണ്ട് ബാബയും എന്റെ കണ്ണിന്റെ മുന്നിൽ ഉണ്ട്. तो हम सब बाबा को देखकर समझकर ही बीके बने हैं. നമ്മൾ ദാദി പറയുന്നത് ബ്രഹ്മ ബാബയെ കണ്ടിട്ടാണ്, രണ്ട് ബാബയെയും കണ്ടിട്ടാണ് ബാബയുടെ കുട്ടിയായത്, ബി കെ ആയത്. मेरा आधार कौन? मैं किसी भी देहदारी का आधार नहीं लूं. എനിക്ക് ആധാരം ആരാണ്? ഞാൻ ഒരു ദേഹധാരിയുടെയും ആധാരം എടുക്കരുത്. ആരെയും നമ്മള് ആശ്രയിച്ച് ജീവിക്കരുത്. മനസ്സിലായില്ലേ? നമ്മള് പരസ്പരം ആശ്രയമാണ്, പക്ഷെ ആശ്രയം വേറെ, അടിമ വേറെ. അവരില്ലാതെ പറ്റത്തില്ല, അതില്ലാതെ പറ്റത്തില്ല എന്നാകരുത്. നമുക്കെല്ലാവർക്കും ആശ്രയം ബാബയാണ്. അപ്പൊ ഒരിക്കലും ഒരു ദേഹധാരിയിലും നാം ആശ്രിതരാകരുത്. നിമിത്ത ബൻകെ സഹयोग ബലേ ദോ. നിമിത്തമായി നാം സഹയോഗം കൊടുക്കാം. സ്പോർട്സ് ഓർ സപ്പോർട്ട് ഓർ സഹयोग में फर्क है. സപ്പോർട്ടിനും സഹയോഗത്തിനും വ്യത്യാസമുണ്ട്. സപ്പോർട്ട് എന്ന് വെച്ചാല് താങ്ങല്, സഹയോഗം എന്ന് വെച്ചാല് സഹയോഗം. ഇത് രണ്ടിനും എന്തുണ്ട്? വ്യത്യാസമുണ്ട്. സഹയോഗം എന്ന് വെച്ചാൽ ഇപ്പൊ ഒരു വള്ളി കയറി പടർന്ന് പിടിക്കുന്നതിന് നമ്മൾ എന്ത് കൊടുത്താൽ മതി? സപ്പോർട്ട് കൊടുത്താൽ മതി, അതങ്ങ് കേറിക്കോളും അല്ലേ? എന്ത് കൊടുത്താൽ മതി? സഹയോഗം കൊടുത്താൽ മതി, അതങ്ങ് കേറിപ്പോകും. പക്ഷെ വാഴയോ? വാഴയ്ക്ക് നമ്മൾ സപ്പോർട്ടാ കൊടുക്കുന്നത്. ഒരു വടി വെച്ച് കെട്ടിവെക്കുന്നു, അല്ലെങ്കിൽ വേറെ മരത്തിനോട് കെട്ടിവെക്കുന്നു, അതെന്താണ്? സപ്പോർട്ടാണ്. വള്ളിക്കോ? സഹയോഗം, താത്. അപ്പൊ നോക്കണേ, സപ്പോർട്ട് കൊടുത്തില്ലെങ്കിൽ വീണു പോകും. സഹയോഗം കൊടുത്താൽ കേറി പറ്റിക്കോളും. നമ്മൾ ആരെയാണ് നമ്മൾ സഹായിക്കേണ്ടത്? കേറി പറ്റുന്നവരെ സഹായിക്കണം. സപ്പോർട്ട് കൊടുത്താൽ എന്താകും? എപ്പോഴും നമ്മൾ അവരെ താങ്ങേണ്ടി വരും. പിന്നെ കൊടുത്തില്ലെങ്കിൽ എന്താകും? അതങ്ങ് വീഴുകയും ചെയ്യും. അതുകൊണ്ട് ദാദി പറയുന്നത് സപ്പോർട്ട്, സഹയോഗം, ഇത് രണ്ടിനും വളരെയധികം വ്യത്യാസം ഉണ്ട്. സപ്പോർട്ട് ഹേ ഉൻകെ ബിഗർ ചൽ നഹി സക്കേഗാ. സപ്പോർട്ട് കൊടുത്താൽ പിന്നെ അവരില്ലാതെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നാകും. സഹयोग जब आवश्य है तो दिया तो पुण्यकर्म बन जाता है. സഹയോഗം എന്ന് പറഞ്ഞാലോ ആവശ്യമുള്ളപ്പോ കൊടുത്താൽ മതി. അങ്ങനെ ആർക്ക് നാം സഹയോഗം കൊടുക്കുന്നോ അത് പുണ്യകർമ്മമായി തീരുകയാണ്. അധീൻ കിസിക നഹി ബനാ രഹേ ഹെ. നാം ആരെയും അടിമയാക്കരുത്. पर ഈശ്വരീയ സ്നേഹ കാ സഹयोग ദേ രഹേ ഹെ. നാം ഈശ്വരീയ സ്നേഹത്തിന്റെ സഹയോഗമാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. जहां जिस प्रकार की आवश्यकता है वहां स्नेह से सहयोग देने में बड़ी दिल है. എവിടെ ഏത് തരത്തിൽ ആവശ്യം ഉണ്ടോ അവിടെ സ്നേഹത്തോടുകൂടി സഹയോഗം കൊടുക്കണമെങ്കിൽ അതൊരു വലിയ മനസ്സ് തന്നെയാണ്.
എവിടെ എന്ത് ആവശ്യമുണ്ടോ അവിടെ നമ്മൾ അത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും ഒരു വലിയ മനസ്സിന്റെ ഉടമ തന്നെയാണ്. ഇസ്മേ ദിൽ കഠോർ നാ ഹോ, സഹയോഗം കൊടുക്കേണ്ടടുത്ത് കഠോരമായ മനസ്സ് വെക്കരുത്. ചെയ്യട്ടെ എന്നാലേ പഠിക്കുള്ളൂ. അവിടെ അവർക്ക് ആവശ്യമുണ്ട്, ആവശ്യമുള്ളപ്പോ നമ്മൾ ചെയ്യണം. അതാണ് നമ്മളെ വലിയ മനസ്സെന്ന് പറയുന്നത്. ആവശ്യം ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യണ്ട. അവിടെ നമ്മൾ എന്ത് കൊടുത്താൽ മതി? സഹയോഗം കൊടുത്താൽ മതി. നമുക്ക് സപ്പോർട്ട് ആണ് പറയുന്നത്. അത് വലിയ അത്രയും കഠോര മനസ്സാകരുത്. കഹാ സഹयोग देना हो तो मैं അവോയ്ഡ് നാ കറോ, സഹയോഗം കൊടുക്കേണ്ടടുത്ത് ഞാൻ ഒഴിഞ്ഞു മാറരുത്, ഒരിക്കലും ഒഴിഞ്ഞു മാറരുത്. ये दाता के बच्चे के संस्कार नहीं है, ദാതാവിന്റെ കുട്ടികളുടെ സംസ്കാരം അല്ല ഈ പറഞ്ഞ കാര്യം. ഹമേ അവസ്ഥ ജമാനി ഹേ, നമ്മുടെ മനസ്സ് നമ്മൾ വേണം ഒരു ലെവലിൽ വെച്ചേക്കാനായിട്ട്. നമ്മുടെ മനസ്സ് ഫ്രീ. എന്തേലും പറഞ്ഞപ്പോഴേക്കും ചൂടായി, എന്തേലും സംഭവിക്കുമ്പോഴേക്കും അസ്വസ്ഥമായി, എന്തേലും സംഭവിക്കുമ്പോഴേക്കും ഭയം വന്നു, ടെൻഷൻ വന്നു. ഇപ്പൊ എന്തൊരവസ്ഥയാത്? മനസ്സ് എങ്ങനെയായിരിക്കണം? നമ്മൾ ഒരു അവസ്ഥ നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കണം നമ്മുടെ മനസ്സിന്. അവസ്ഥ മജബൂത് ഹോഗി തോ പില്ലർ സ്വതഹ ബൻ ജായേംഗെ. നിങ്ങളുടെ മനസ്സിന്റെ അവസ്ഥ ഉറപ്പുള്ളതാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ പില്ലർ ആകുകയാണ്. पिलर कुछ करता नहीं है पर पिलर के बगैर बिल्डिंग पूरी नहीं होती. പില്ലർ ഒന്നും പ്രത്യേകിച്ച് ചെയ്യുന്നില്ല, പക്ഷെ പില്ലർ ഇല്ലെങ്കിൽ ബിൽഡിംഗ് പൂർത്തിയാകുന്നും ഇല്ല. വിജയ് ഹുയി പടി ഹേ വോ ഠൽ നഹി സക്തി. നമുക്ക് വിജയം ഉറപ്പാണ്. ഈ വിജയത്തിനെ ആർക്കും മാറ്റിമറിക്കാൻ പറ്റില്ല. കാരണം രണ്ടും കൽപ്പിച്ച് ഭഗവാനെ എന്ന് പറഞ്ഞ് ഇറങ്ങിയവർക്ക് ആരും തടഞ്ഞു നിർത്താൻ പറ്റില്ല. കാരണം അവരുടെ മനസ്സിൽ ആരുണ്ട്? പൂർണ്ണമായിട്ടും ഭാവയുണ്ട്. ഭാവയുള്ളത് വരയ്ക്കും ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അവർക്ക് കംപ്ലീറ്റ് ബാബയുടെ പ്രൊട്ടക്ഷൻ ആണ്. ബാബ വേറൊന്നുമില്ല അവർക്ക്, ബാബ മാത്രം. ആരുമില്ല, ബാബ മാത്രം. ബാബയുടെ വീട്, ബാബയുടെ സെന്റർ, ബാബയുടെ യജ്ഞം. ബാബ തരുന്നത് കഴിക്കുന്നു, ബാബ തരുന്നത് ഉടുക്കുന്നു, ബാബ പറയുന്നിടത്ത് ഇരിക്കുന്നു. അതുകൊണ്ട് വിജയം അവർക്ക് ഉറപ്പാണ്. ഇത്തിരി എന്തെങ്കിലും പറയുമ്പോഴേക്ക് അങ്ങോട്ട് ഓടുന്നു, ഇങ്ങോട്ട് ഓടുന്നു, അവരെ വിളിച്ചു പറയുന്നു, ഇവിടെ വിളിച്ചു പറയുന്നു. അവരുടെ അവസ്ഥ എന്തോരവസ്ഥയത്? ഒന്നും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, ഒന്നും സഹിക്കാൻ പറ്റുന്നില്ല. പിന്നെ എന്താ അത് ഇത്രയും ജ്ഞാനം കേട്ടിട്ട്? ഇന്നലെയും ബാബ പറഞ്ഞായിരുന്നല്ലോ, വെറുതെ പൊങ്ങച്ചാൻ പറഞ്ഞാ പോരാ. എന്ത് ഞാൻ നല്ലപോലെ ശരിക്കും ബാബയെ ഞാൻ ഓർമ്മിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. പറഞ്ഞായിരുന്നല്ലോ, ബുധനാഴ്ചത്തെ മുരളിയില് പറഞ്ഞായിരുന്നു. 8-ാം തീയതിയുടെ മുരളിയില് എന്തായിരുന്നു പറഞ്ഞേ? വെറുതെ ചെറിയ പൊങ്ങച്ചൻ പറയുന്നുണ്ടെന്ന്. എനിക്ക് ബാബയല്ലാതെ ആരുമില്ല, എനിക്ക് ബാബ മാത്രമേ ഉള്ളൂ. പക്ഷെ പ്രവൃത്തിയിലോ ഞാൻ വേറെ, ബാബ വേറെ. എന്റെ ഇത് അത് ബാബയുടെ ഇത്. ഞാൻ എല്ലാം കൊടുത്താൽ പിന്നെ ഞാൻ എന്താകും? ബാബ പറയുന്നത് എന്താ? ദാദി പറയുന്നത് വിജയ് ഹുയി ഹി പടി ഹേ ഠാൽ നഹി സക്ത. വിജയം ഉറപ്പാണ്, ആർക്കും അതിനെ മാറ്റിമറിക്കാൻ പറ്റില്ല. इसमें हमको सोचने की जरूरत नहीं है. എനിക്ക് വിജയം കിട്ടുമോ ഇതൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു ആവശ്യവുമില്ല. ഫൗണ്ടേഷൻ മജബൂത് ബനായേ, ഫൗണ്ടേഷൻ ഉറപ്പാക്കുക. तो ये क्या हुआ, क्यों हुआ, ये हमको आधार मूर्त उद्धार मूर्त बनने नहीं देगा. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു, എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു, ഇങ്ങനെയുള്ള അനേകം ചോദ്യങ്ങൾ വന്നാൽ നാം മറ്റുള്ളവർക്ക് ആധാരമൂർത്തിയും ഉദ്ധാരമൂർത്തിയും ആകാൻ സാധിക്കില്ല. आजकल टीचर्स बहुत करते हैं, आजकल रिसर्च बहुत करते हैं, देखते हैं एक काम की चीज निकली. ഇന്നത്തെ കാലത്ത് ഒരുപാട് ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട്. ഈ കാര്യം പ്രയോജനപ്പെടുമോ, ഈ സാധനം പ്രയോജനപ്പെടുമോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. हर एक आत्मा अभिमान में हर एक आत्मा अभिमान में जकड़ी हुई है. ഓരോ ആത്മാവും അഭിമാനത്തിൽ പെട്ട് കിടക്കുകയാണ് അല്ലേ? ഞാന്, എന്റെ എന്ന അഭിമാനം ഓരോ ആത്മാവിനും അഭിമാനത്തിൽ പെട്ട് കിടക്കുകയാണ്. जिस कारण मोटे विकार गए तो छोटे विकार बैठे हुए हैं.
നോക്കിയാല് വലിയ വലിയ വികാരങ്ങളെല്ലാം എന്താകുന്നുണ്ട്, മാറിയിട്ടുണ്ട്. പക്ഷെ ചെറിയ വികാരങ്ങളോ അത് അവർക്ക് മാറ്റാനേ പറ്റിയിട്ടില്ല. എന്തുകൊണ്ടാണ്? അവർക്ക് ഈ ദേഹ അഭിമാനം ഉള്ളത് വരയ്ക്കും ചെറിയ വികാരങ്ങളെ അവരെങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റും? പുറമേ നോക്കുമ്പോ അവരെന്താണ്, കാമം കളഞ്ഞു, ക്രോധം കളഞ്ഞു, മോഹം കളഞ്ഞു. പക്ഷെ എന്താണ്, അതിന്റെ എല്ലാം അംശങ്ങൾ അവിടെ കിടപ്പുണ്ട്. അപ്പൊ അംശങ്ങൾ കിടപ്പുള്ളത് വരയ്ക്കും അവർക്ക് എങ്ങനെ തീർത്തും മാറ്റിയെടുക്കാൻ പറ്റും അതിനെ? അതുകൊണ്ട് ഇവിടെ പറയുന്നത് ജിസ് കാരൻ മോട്ടെ വികാർ ഗയേ തോ ചോട്ടെ വികാർ ബേഠേ ഹുയേ ഹെ. ചെറുതൊക്കെ കിടപ്പുണ്ട്. ഊപ്പർ സെ ഗയേ ഫിർ അന്തർ സെ നിഹി ഗയേ. പുറമേ പോയിട്ടുണ്ട്. ബാബറിലെ ക്രോധം ബാഹ്യമായിട്ട്, ആവേശവും ക്രോധത്തിന്റെ അംശമാണെന്നാ പറയുന്നത്. ആവേശവും ക്രോധത്തിന്റെ അംശമാണ്. ഇതിന്റെ എല്ലാ അംശങ്ങള് ഉള്ളില് കിടപ്പുണ്ട്. ജിസ് കാരൻ ആത്മാ സദാ കുഷ് നുമാ കുഷ് മിജാജ് നഹി ഹേ. അതുകൊണ്ട് ആത്മാവ് സദാ സന്തോഷത്തിലിരിക്കാൻ സാധിക്കുന്നില്ല. അഗർ കുഷ് മിജാജ് ഹേ തോ, സന്തോഷം ഉണ്ടെങ്കിൽ ആധാരമൂർത്തിയാകാൻ സാധിക്കും, ഉദ്ധാരമൂർത്തിയാകാൻ സാധിക്കും. ഹമാരാ കുഷ് നുമാ ചെഹര ചലൻ കൈ ആത്മാവോ കോ സഹാര ദേത്താ ഹേ. നമ്മുടെ സന്തോഷം നിറഞ്ഞ മുഖം എത്രയോ ആത്മാക്കൾക്ക് നാം മാർഗദർശനം കൊടുക്കാൻ സാധിക്കും. വിദേശ് മേ ബच्चे बड़े उदास होते हैं क्योंकि किसी को भी माँ संभालती होगी तो किसी को बाप. വിദേശത്തിലെ കൊച്ചു കുട്ടികളെല്ലാം വളരെ നിരാശയിലാണെന്നാ പറയുന്നത്, ഉദാസീനതയിലാണ്. കാരണം ചില കുട്ടികളെ അമ്മയാണ് നോക്കുന്നത്, ചില കുട്ടികളെ അച്ഛനെ. ഇവിടുത്തെ ഭാരതത്തിലെ പോലെ അച്ഛനും അമ്മയും പരിപാലിക്കുന്നില്ല, കുട്ടികളെ വളർത്തുന്നില്ല, രണ്ടുപേരുടെയും സാന്നിധ്യമില്ല. ചിലരെ അമ്മ വളർത്തുന്നു, ചിലരെ അച്ഛൻ വളർത്തുന്നു. യഹാ ബി ജैसे സിംഗിൾ പാരന്റ് ഹേ. ഇവിടെയും സിംഗിൾ പാരന്റ്. यह माँ के रूप में प्यार नहीं लिया या बाप से कुछ मिलता नहीं है. അമ്മയുടെ രൂപത്തിൽ നിങ്ങൾ സ്നേഹം എടുത്തില്ലെങ്കിൽ ഇത് ബ്രഹ്മ ബാബ നമ്മൾ അതുപോലെ സ്നേഹിക്കുന്നുണ്ട്. നിമിത്തമായവരുടെയും നമുക്ക് സ്നേഹം തരുന്നുണ്ട്. എടുത്തില്ലെങ്കിൽ പിന്നെ ശിവബാബയുടെ എങ്ങനെയാണ് കിട്ടുക എന്നാണ്. സിംഗിൾ പേരന്റ് വാലോങ്കോ സൂരത് ദേഖ് തറപ്പെടുത്താ ഹേ. സിംഗിൾ പേരന്റ് ആണെങ്കിൽ, അതായത് അല്ലെങ്കിൽ അച്ഛൻ വളർത്തുന്നു അല്ലെങ്കിൽ അമ്മ വളർത്തുന്നു, അവരെ കാണുമ്പോൾ തന്നെ നമുക്ക് ദയ തോന്നുകയാണ്. कोई भी माँ बाप दोनों नहीं, कोई को माँ बाप दोनों नहीं होते. ഒരു ചിലർക്കോ അമ്മയും ഇല്ല അച്ഛനും ഇല്ല. कोई कहते मुझे माँ का प्यार नहीं मिला. ചിലർ പറയുന്നു എനിക്ക് അമ്മയുടെ സ്നേഹം കിട്ടിയിട്ടില്ല. ബാബനെ കഹാ അലഗ് അലഗ് യാദ് കറോ അലഗ് അലഗ് വർഷ മിലേഗ. ബാബയും പറയുന്നു അമ്മയായിട്ട് ഓർക്ക്, അച്ഛനായിട്ട് ഓർക്ക്. ചിലപ്പോ അമ്മയുടെ രൂപത്തിൽ ഓർത്ത സ്നേഹം അനുഭവിക്കൂ, അച്ഛന്റെ രൂപത്തിൽ ഓർത്ത ആസ്തി അനുഭവിക്കൂ. ഇങ്ങനെ അമ്മയായിട്ട് ഓർക്ക്, അച്ഛനായിട്ട് ഓർക്ക്, ആസ്തിയും വേറെ വേറെ കിട്ടും. जो परमात्मा के गुण हैं वो ब्रह्मा बाबा के कर्तव्य में अनुभव किए हैं. നോക്കൂ, ഇതൊരു മുഖ്യമായ പോയിന്റ് ആണ്. പരമാത്മാവിന്റെ ഗുണങ്ങൾ ബ്രഹ്മ ബാബയുടെ കർത്തവ്യത്തിൽ അനുഭവം ചെയ്തിട്ടുണ്ട് എന്നാണ്. എങ്ങനെയായിരുന്നു ശിവബാബ? അത് ബ്രഹ്മ ബാബയുടെ ഓരോ പ്രവൃത്തിയിലും അനുഭവം ചെയ്തിട്ടുണ്ട്. മാതാ പിതാ ടീച്ചർ സഖാ സത്ഗുരു पांचों की संबंध एक के साथ रहे हैं. അച്ഛൻ, അമ്മ, ടീച്ചർ, സഖ, ഗുരു. ഈ 5 സംബന്ധങ്ങളുടെ സുഖം ശിവബാബയാണ്. ഈ 5 സംബന്ധം പക്ഷെ ബ്രഹ്മ ബാബയിലൂടെ അത് അനുഭവം ചെയ്തിട്ടുണ്ട് എന്നാണ്. മാതാ പിതാ തോ അച്ഛി ലോറി മിലി ഹുയി ഹേ. അച്ഛന്റെയും അമ്മയുടെയും നല്ല ലാളന പാലന ലഭിച്ചിട്ടുണ്ട്. ബ്രഹ്മാമ ഓ ബാപ്, ഫിർ ശിക്ഷക്, ഫിർ സഖ. ബ്രഹ്മാവ് അമ്മ, പിന്നെ അച്ഛൻ, പിന്നെ ടീച്ചർ, പിന്നെ ഫ്രണ്ടുമാണ്. संकल्प क्या है? चींटी है. अगर सूक्ष्म पुरुषार्थ में भी कोई चींटियां आ जाती हैं, സങ്കല്പം എന്താണ്? ഉറുമ്പ് പോലെയാണ്. അഥവാ സൂക്ഷ്മത്തിൽ പുരുഷാർത്ഥത്തിൽ ഒരു ചെറിയ ഉറുമ്പ് വന്നാൽ പോലും എന്താകും? ഹൈറാൻ ഹോനെ കി ക്യാ ബാത് ഹേ. എന്തുകൊണ്ട് നാം അസ്വസ്ഥരാകുന്നു?
എന്തുകൊണ്ട് അസ്വസ്ഥരാകുന്നു? ലഗാവ് സേ, മോഹം ഉണ്ടെങ്കിൽ അസ്വസ്ഥരാകുകയാണ്. ആദത് ഓർ സ്വഭാവ് മേ ബി ഫറഖ് ഹേ, ശീലത്തിലും സ്വഭാവത്തിലും വ്യത്യാസമുണ്ട്. ശീലം, സ്വഭാവം, ഇത് രണ്ടിനും വ്യത്യാസം ഉണ്ട്. സ്വഭാവക്കെ വശ ഹോ ജാത്തെ ഹേ, സ്വഭാവത്തിന് വശപ്പെടുകയാണ്. ശീലത്തിനോ എന്താ പറയുന്നത്? ആദി ആദത്ത് സേ മജ്ബൂത് ഹോ ജാത്ത ഹേ, ശീലത്തിൽ സ്ട്രോങ് ആകുകയാണ് ചെയ്യുന്നത്. എന്തോ പറഞ്ഞാലും മാറ്റിയെടുക്കില്ല, സ്വഭാവത്തിന് വശപ്പെടുകയാണ് ചെയ്യുന്നത്. അത് വേണമെങ്കിൽ നമുക്ക് ഇത്തിരി മാറ്റിയെടുക്കാൻ ശ്രമിച്ചാൽ മാറ്റാം. പക്ഷെ ശീലവോ, പറയാറില്ലേ ചൊട്ടയിലെ ശീലം ചുടല വരെ എന്നാ പറയുന്നത്. ആ ശീലവോ, ഈ രണ്ടിനും വ്യത്യാസമുണ്ട്. ചോട് നെഹി സത്യ, അവരത് കളയുന്നേ ഇല്ല. ആദത് മജ്ബൂർ ബനാത്തി ഹേ, ശീലം നമ്മളെ സ്ട്രോങ് ആക്കുകയാണ് ചെയ്യുന്നത്. तो हमको कोई भी प्रकार की आदत मजबूर ना करे, ഒരു ശീലവും നമ്മളെ സ്ട്രോങ് ആക്കാൻ പാടില്ല. ചിലർക്ക് ചായ കുടിക്കുന്ന ശീലമാണ്, അത് കുടിച്ചില്ലെങ്കിൽ ഭയങ്കര അസ്വസ്ഥതയാണ്. നമ്മൾ പതുക്കെ പതുക്കെ അതിൽ നിന്ന് പിന്മാറാൻ നോക്കണം. നമ്മള് ഇതില്ലെങ്കിലും ജീവിക്കാൻ പറ്റുമോ എന്ന് നമ്മൾ സ്വയം പരിശോധിക്കണം. ഇത് കഴിക്കാത്തത് കൊണ്ട് ഇന്ന് എനിക്ക് അങ്ങനെ ആയിപ്പോയി, ഇന്ന് എനിക്ക് ഇങ്ങനെ ആയിപ്പോയി, ഒരു ഉഷാറില്ല. അപ്പൊ എന്തായി? നമ്മള് ശീലത്തിന് അടിമപ്പെട്ടു പോയി. ആ ശീലം എന്നെ സ്ട്രോങ് ആക്കി. അതുകൊണ്ട് അങ്ങനെ പാടില്ല. ഹരേക്ക് പാട്ട്, ഹരേക്ക് ചാർട്ട് ലിഖിക്കി ഇസ് ആദത്തെ മജ്ബൂർത്തി ഓ ചൂട്ടി. ഓരോരുത്തരും നിങ്ങളുടെ ചാർട്ട് എഴുത്. ഞാൻ ഇന്ന ശീലത്തിൽ സ്ട്രോങ് ആയിരുന്നു, ഇപ്പോൾ ഞാൻ ആ ശീലത്തിൽ നിന്നും വിടുപെട്ടുകയാണ് എന്ന്. അത് നമ്മളത് എന്ത് എഴുതണം? അത് ഓരോരുത്തരും എഴുതണം. പണ്ട് നമ്മളെ ലൗകിക വീട്ടിലൊന്നും ചായ കുടിക്കുന്ന ശീലമേ ഇല്ല. പക്ഷെ സെന്ററിൽ വന്നപ്പോ എന്തായി? ചായ ഉണ്ടാകുമ്പോ കാണുമ്പോ കുടിക്കും നമ്മൾ. അങ്ങനെ കുടിച്ച് കുടിച്ച് ചായ കുടിക്കുന്ന ശീലമായി. പിന്നെ കുടിച്ചില്ലെങ്കിൽ അങ്ങ് തലവേദനയാണ്. അപ്പൊ സ്വയം പരിശോധിക്കാൻ തുടങ്ങി. ഇത് എന്തുകൊണ്ട് തലവേദന, പ്രത്യേകിച്ച് എന്ത് കാര്യം ചെയ്തു എനിക്ക് തലവേദന വരാൻ വേണ്ടി? അങ്ങനെ എന്നെ ഞാൻ സ്വയം പരിശോധിക്കുമായിരുന്നു. അപ്പോഴാ മനസ്സിലായത്, ഓ ഇന്ന് ചായ കുടിക്കാഞ്ഞിട്ടാ ശീലം. അപ്പൊ എന്ത് ചെയ്തു? അളവ് കുറയ്ക്കാൻ തുടങ്ങി. ഒരു ഗ്ലാസ് കുടിക്കുന്നത് 3/4 ഗ്ലാസ്, 1/2 ഗ്ലാസ്, അങ്ങനെ കുറച്ച് 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 ചായ കുടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്നൊരവസ്ഥയിൽ നമ്മൾ എത്തുക. എന്നിട്ട് പിന്നെ കുടിച്ചാലും കുടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഒരു ശീലത്തിന് നമ്മൾ അടിമപ്പെട്ടു പോകരുത്. ഉണ്ടെങ്കിൽ കുടിക്കുക, ഇല്ലെങ്കിൽ അത് കിട്ടിയില്ല കിട്ടിയില്ല കിട്ടിയില്ല, കുടിച്ചില്ല കുടിച്ചില്ല എന്നുള്ള സങ്കല്പം പോകരുത്. അതുകൊണ്ട് ഒരു ശീലത്തിലും നമ്മൾ സ്ട്രോങ് ആകരുത്. ഒരു ശീലവും നമ്മളെ ആ ശീലത്തിലേക്ക് പിടിച്ച് സ്ട്രോങ് ആക്കാനും പാടില്ല എന്നാണ്. ഓരോരുത്തർ ചാർട്ട് എഴുത്. ഞാൻ ആദ്യം ഈ ശീലത്തിൽ സ്ട്രോങ് ആയിരുന്നു, ഇപ്പൊ അത് ഞാൻ വിട്ടു എന്ന്. മേ കിസി സ്വഭാവക്കെ വശ ഹോ ജാത്തി തീ വോ ചുട്ടി. ഞാന് ഇന്ന സ്വഭാവത്തിന് വശപ്പെട്ടിരുന്നു, ഇപ്പോൾ ഞാൻ അതിൽ നിന്ന് വിടുപെട്ടു. ഇതും ചാർട്ട് എഴുതൂ. ഇതാരെല്ലാം കേൾക്കുന്നോ അവരത് എഴുതുക മസ്റ്റായിട്ട്. കിസിക്കോ തേജ് സ്വഭാവം ഹേ, ചിലർക്കോ ചൂടാണ്, ചിലർക്കൊക്കെ ഭയങ്കര ചൂടാണ്. അവര് അങ്ങനെ ഉണ്ട്. മേരാ ജേസാ ബോല ബാല ക്യാ ജാനെ. ചിലരോ എന്നെ പോലെ നിഷ്കളങ്കരായവർക്ക് എന്തറിയാനാണ് എന്നും ചിലര്. ഇത്തിരി താക്കത്ത് ആത്തി ജായേ ജോ നേച്ചർ ചേഞ്ച് ഹോ ജായേ. നമ്മുടെ ഇതെല്ലാം നമ്മൾ മാറ്റി എടുക്കണം. ഉസ്കാ ഇഫക്റ്റ് മേരേക്കോ നാ ആയേ. മറ്റുള്ളവരുടെ സ്വഭാവങ്ങളോ ശീലങ്ങളോ എന്നെ ബാധിക്കാതിരിക്കണം. അഗർ ഇഫക്റ്റ് ആയ, അഥവാ മറ്റുള്ളവരുടെ സ്വഭാവങ്ങളും ശീലങ്ങളും എന്നെ ബാധിച്ചാൽ, ബാബ മേരേക്കു ക്യാ കഹേഗ. ബാബ എന്ത് പറയും? എന്നെ ചുയി മുയി യഹി ബോലേഗന. നീ തൊട്ടാവാടിയാണെന്ന് പറയും. നല്ലതും എന്നെ എഫക്ട് ചെയ്തു, മോശവും എന്നെ എഫക്ട് ചെയ്താൽ നമ്മൾ ആരായി? പിന്നെ ബാബ നമുക്ക് തരുന്ന ടൈറ്റിലാണ്, ബിരുദമാണ്, നീ തൊട്ടാവാടിയാണ് എന്ന്. ഡോണ്ട് ടച്ച് മീ ഏസെ നെഹി. എന്താണ് ടച്ച് മീ നോട്ട് എന്നാണ് തൊട്ടാവാടിയെ പറയുന്നത്. ഹിന്ദിയില് ചുയി മുയി എന്ന് പറയുന്നത്. ചുയി എന്ന് വെച്ചാൽ തൊടുക, മുയി എന്ന് വെച്ചാൽ വാടുക. ഡോണ്ട് ടച്ച് മീ, എന്നെ ഒന്നും പറയല്ലേ. പക്ഷെ ദാദി പറയുന്നത് പരീക്ഷയത്തോ ആയേഗി, പരീക്ഷണങ്ങൾ വരിക തന്നെ ചെയ്യും. ഇസിലിയ സ്വമാൻമേരേന, അതുകൊണ്ട് നിങ്ങൾ സ്വമാനത്തിലിരിക്കൂ. അപ്പനെ ആപ്കോ സംഭാൽ കെ റഖന, സ്വയത്തെ സ്വയം സംരക്ഷിക്കുക. ऐसे नहीं किनारा करके संभालना, ए भी कमजोरी है. ഞാൻ എനിക്കിതൊന്നും വേണ്ടെന്ന് പറഞ്ഞ് ഒതുങ്ങിപ്പോകുക, ഇതും നിങ്ങളുടെ വീക്ക്നെസ് ആണ്. ആ പ്രദേശത്തെ പോകുന്നില്ല, അതേ എനിക്ക് വേണ്ട, ഇതും വീക്ക്നെസ് ആണ്.
न्यारा रह करके संभालने में कमजोरी नहीं है. വേറിട്ടിരുന്ന് നിങ്ങൾ സംരക്ഷിക്കണം, അതെന്തല്ല, ബലഹീനതയല്ല. ഡിറ്റാച്ച് റഹന ആസാൻ ഹെ, എല്ലാറ്റിനും വേറിട്ടിരിക്കുക എന്നത് എളുപ്പമാണ്. കുദറത് കാ നിയം ഹെ, ഏക് അംഗുലി ദൂസരെ സെ അലഗ് ഹെ, പ്രകൃതിയുടെ നിയമം തന്നെ 5 വിരലും ഒരുപോലെ അല്ലല്ലോ. കുദരത്ത് ഡിറ്റാച്ച് റക്തി ഹെ, അറ്റാച്ച് ഹോന അപഗുണ ഹെ, പ്രകൃതിപരമായിട്ട് ഈ 5 വിരലും വെവ്വേറെയാണ് നിൽക്കുന്നത് അല്ലേ. പ്രകൃതിയും പറയുന്നത് എന്താണ്, അറ്റാച്ച് ആകുക എന്നത് അവഗുണമാണ്. അറ്റാച്ച് രഹനെ വാലെ ബച്ചെ യോഗി നഹി ബൻ സക്തി, ആർക്ക് അറ്റാച്ച്മെന്റ് ഉണ്ടോ അവർക്ക് യോഗിയായിരിക്കാൻ പറ്റില്ല. ഇതിനോടൊക്കെ അറ്റാച്ച്മെന്റ്, സ്വന്തം ദേഹത്തിനോട് അറ്റാച്ച്മെന്റ്, ദേഹ സംബന്ധങ്ങളോട് അറ്റാച്ച്മെന്റ്, താമസിക്കുന്ന സ്ഥലത്തിനോട്, വീടിനോട്, കൂടെ ഉള്ളവരോട്, ആ നാടിനോട്, വസ്തുവിനോട്, ഇങ്ങനെയുള്ളവരെ എങ്ങനെ യോഗം ചെയ്യാൻ പറ്റും? ഹം റിയൽ യോഗി കുതിക്കെ ശരീർ സെ ഡിറ്റാച്ച്, നമ്മൾ റിയൽ യോഗികള് സ്വന്തം ശരീരത്തിൽ നിന്ന് പോലും ഡിറ്റാച്ച് ആകണം. സംബന്ധ സെ ബി ഡിറ്റാച്ച്, സംബന്ധങ്ങളോടും ഡിറ്റാച്ച്ഡ്. കർമ്മ സെ ബി ഡിറ്റാച്ച്, നമ്മൾ ചെയ്ത കർമ്മം കഴിഞ്ഞാൽ ഡിറ്റാച്ച് ആകുക. ഡിറ്റാച്ച് ആകണം. ന്യാരെ സാക്ഷി ഉപരാം ഇൻ സബ് മേ ഫറക് ഹെ, വേറിട്ടിരിക്കുക, സാക്ഷിയായിട്ടിരിക്കുക, ഉപരാമമായിട്ടിരിക്കുക, ഇതിനെല്ലാം വ്യത്യാസമുണ്ട്. ഇത് മൂന്നിനും ഏകദേശം ഒരുപോലെയാണെങ്കിലും മൂന്നും മൂന്നാണ്. ഇങ്ങനെ ദാദി പറഞ്ഞില്ലേ, സപ്പോർട്ട് കൊടുക്കുക, സഹയോഗം കൊടുക്കുക, എങ്ങനെ വ്യത്യാസം ഉണ്ടല്ലോ, അതേപോലെ ഈ മൂന്നിനും വ്യത്യാസമുണ്ട്. ഈ അനുഭവ കെ ആധാർ പർ സ്റ്റേജസ്, ഇതെല്ലാം അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലുള്ള മനസ്സിന്റെ സ്ഥിതിയാണ്. ഏതാണ് 3 സ്ഥിതി പറഞ്ഞത്? ഡിറ്റാച്ച്ഡ് ആയിട്ടിരിക്കുക, വേറിട്ടിരിക്കുക, സാക്ഷിയായിരിക്കുക, ഉപരാമമായിട്ടിരിക്കുക. ഈ 4ഉം അനുഭവത്തിന്റെ ആധാരത്തിൽ ഉണ്ടാക്കിയെടുക്കുന്ന മാനസിക അവസ്ഥകൾ ആണ്. तो ഡിറ്റാച്ച് रहने का पार्ट नहीं है, ഡിറ്റാച്ച് ആയിട്ടിരിക്കാനുള്ള പാർട്ടില്ല. तो न्यारा होकर के पार्ट नहीं बजा सकते हैं, നമ്മൾ വേറിട്ടിരുന്നില്ലെങ്കിൽ, വേറിട്ടിരുന്നു കൊണ്ട് നമുക്ക് പാർട്ട് അഭിനയിക്കാൻ പറ്റില്ല. ഡ്രാമ പ്ലാൻ അനുസാർ ഹർ ആത്മാ ന്യാരി ഹെ, പാർട്ട് ഉൻകാ ന്യാരാ ഹെ. ഡ്രാമ അനുസരിച്ച് ഓരോ ആത്മാവും വേറിട്ടതാണ്, ഓരോരുത്തരുടെ പാർട്ടും വേറിട്ടതാണ്. സമയാനുസാർ സെയിം പാർട്ട് ഉസ്കാ ചൽത്താ ഹി നഹി ഹെ, ഒരേപോലെ ആർക്കും പാർട്ട് ഉണ്ടാകാൻ സാധ്യം അല്ല. ഹർ മിനിറ്റ് പാർട്ട് ന്യാരാ ഹെ, ഓരോ മിനിറ്റും വേറെ വേറെ പാർട്ടാണ്. ഹം മൂർഖ ബുദ്ധി ക്യാ കർത്തെ ഹെ, പക്ഷേ മൂഢബുദ്ധി എന്താ ചെയ്യുന്നത്? ജോ ബാത് ബീത്തി ഉസ്കോ സാമനെ രഖ് കർ ബൈഠേ ഹെ, കഴിഞ്ഞു പോയതെല്ലാം മുന്നിൽ കൊണ്ടുവന്നിരിക്കുകയാണ് നമ്മൾ. ബാത് പ്രസന്റ് ഹേ നഹി, കഴിഞ്ഞു പോയില്ല അത്, ഇപ്പൊ ഒരു വിഷയവും ഇല്ല. ഇപ്പൊ ഒരു വിഷയം ഇല്ലാത്ത നമ്മളെ കഴിഞ്ഞ വിഷയത്തിന് എടുത്തിടുകയാണ് ചെയ്യുന്നത്. ഓ വ്യക്തി ഹേ നഹി പർ ഉസ്കി ബാത് ജോ ഹേ, കഴിഞ്ഞു പോയ കാര്യം, പ്രസന്റ് ടൈമിൽ ഒന്നുമേ ഇല്ല, കഴിഞ്ഞു പോയ ആ വ്യക്തി അവിടെ ഇല്ല, അവര് പറഞ്ഞതും കഴിഞ്ഞു പോയി. പക്ഷെ എന്ത് ചെയ്യുന്നത്? സീതേ ശബ്ദമേ ബോൾ ജോ ഹേ ജേസെ അബി അബി മേരെ സെ ബോൾ രേ, പക്ഷെ അതുപോലെ സംസാരിക്കുകയാണ്. ഇപ്പൊ അവരെന്റെ മുന്നേ പറയുന്ന പോലെ ഞാൻ സംസാരിക്കുന്നത്. വിഷയം കഴിഞ്ഞു, പറഞ്ഞു കഴിഞ്ഞ വ്യക്തിയും അവിടുന്ന് പോയി. പക്ഷേ ഈ ഇരിക്കുന്ന മനുഷ്യൻ എന്ത് ചെയ്യുന്നത്? ഇപ്പൊ എന്റെ മുന്നിൽ അയാൾ പറഞ്ഞ പോലെ ഞാൻ സംസാരിക്കുകയാണ്. ദാദി പറയുന്നത് എന്താണ്? അബി അബി ബോൾ രഹേ ഹേ യേ സീതേ ശബ്ദമേ മൂർഖത ഹേ, ഇത് ഓപ്പൺ ആയിട്ട് പറയുകയാണെങ്കിൽ ഇത് വിഡ്ഢിത്തരമാണെന്നാ പറയുന്നത്. കഴിഞ്ഞു പോയതിനെ കുറിച്ച് സംസാരിക്കുന്നു, പറഞ്ഞു പോയ വ്യക്തിയെ കുറിച്ച് സംസാരിക്കുന്നു. ഇപ്പൊ അയാൾ എന്റെ മുന്നിൽ പറയുന്ന പോലെ ആ ഭാവവും എല്ലാം വെച്ച് സംസാരിക്കുന്നെങ്കിൽ ഇത് മണ്ടത്തരമാണ്, മൂർഖതയാണെന്നാണ് ഹിന്ദിയില്. ബാബയ്ക്ക് സാമനെ മൻ ബോൾ നഹി സക്ത ഇത്തിനി ബാബ മേ താക്കത്ത് ഹേ, പക്ഷെ ബാബയുടെ മുന്നിൽ പോയി ഇതൊന്നും പറയാൻ പറ്റില്ല, കാരണം ബാബ അത്ര പവർഫുൾ ആണ്. जब खुद के स्वभाव वश चलते हैं तो मन चलता है, जब
खुद के स्वभाववश चलते हैं तो मन चलता है. തന്റെ സ്വന്തം സ്വഭാവത്തിന് വശപ്പെട്ടാണ് നടക്കുന്നതെങ്കിൽ മനസ്സിങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ ബാബ എവിടെ ഓർക്കും, ജ്ഞാനം എവിടെ മനനം ചെയ്യും? ഇതാണ് ദാദി പറയുന്നത്. ബാബ कहता है പ്രകൃതി ജീത് ബനോ, ആത്മാ തോ ഏക് ഹി ഹേ. ബാബ പറയുന്നു പ്രകൃതി ജീത്താക, ആത്മാവ് ഒന്നാണ്. മനബുദ്ധി സംസ്കാര ഹെ, ആത്മാവ് ഒന്നല്ലേ ഉള്ളൂ. ആത്മാവിലാണ് മനസ്സും ബുദ്ധിയും സംസ്കാരം ഉള്ളത്. പരമാത്മാവ് ഓർ ആത്മാവേ ക്യാ അന്തർ ഹെ, ഏ ക്ലിയർ ഹെ. ആത്മാവിനും പരമാത്മാവിനും എന്താണ് വ്യത്യാസം ഉള്ളത്? അതും ക്ലിയർ ആണ്. ബുദ്ധിയിലെ ബുദ്ധിയിലെ പരമാത്മാവിന്റെ ഗുണങ്ങളെ കുറിച്ച് അറിയാം. ആത്മാവിന് പരമാത്മാവുമായിട്ടാണ് സംബന്ധമുള്ളത്. ദേഹസഹിതം ദേഹത്തിന്റെ സംബന്ധങ്ങളിൽ നിന്നും മുക്തമാകുകയാണ്. ഫിറഹെ അങ്ങനെ മുക്തമായി. പിന്നെ അടുത്തത് മായാജി. മായയെ മനസ്സിലായി. ഇനിയിപ്പം മായയ്ക്ക് അധീനരാകരുത്. ബാബയിൽ നിന്നും ശക്തി എടുത്ത് തിരിച്ചറിയാനുള്ള ശക്തി നാം കൊണ്ടുവന്നു, കൈവരിച്ചു. മായയുടെ ബഹുരൂപമാണ്. മായാജീത് ആകണം. മായയ്ക്ക് ബഹുരൂപമുണ്ട്, അത് മനസ്സിലാക്കണം. മായാജീത് ആകണം. മായ പ്രകൃതി മേ ബി പ്രവേശ് ഹോ ഗയി ഹെ. മായ പ്രകൃതിയിലും പ്രവേശിച്ചിട്ടുണ്ട്. പ്രകൃതിയിലൂടെ ആത്മാവിലേക്ക് പ്രവേശിക്കുകയാണ്. പരമാത്മാവിൽ നിന്നും വേറിടുകയാണ്. പരമാത്മാ സെ അലഗ് ഹോ ഗയി ഹെ, പരമാത്മാവിൽ നിന്നും വേറെയായി. സാധനം പ്രകൃതിയുടെ രചനയാണ്. മനുഷ്യാത്മാവ് അതിന് അടിമയായിരിക്കുകയാണ്, സാധനങ്ങൾക്ക്. ബാബ നമുക്ക് സാധന പഠിപ്പിച്ചിരിക്കുകയാണ്. സാധനങ്ങൾക്ക് ഒരിക്കലും അടിമയാകരുത്. അതിനുവേണ്ടിയാണ് ബാബ സാധന പഠിപ്പിച്ചത്. ഇതെല്ലാം പ്രകൃതിയുടെ രചനയാണ്. ഇതിന്റെ ആധാരത്തിൽ നടക്കുകയാണെങ്കിൽ ഈഗോ ഖത്തം നഹി ഹോഗ, നമ്മുടെ ഉള്ളിലുള്ള അഹങ്കാരത്തിനെ ഇല്ലാതാക്കാൻ പറ്റില്ല. അധീനത കഴിഞ്ഞു. पर अधीन भी इनका नहीं चाहिए, आधार भी इनका नहीं चाहिए. അധീനതയില്ല, പക്ഷെ ആധാരവും വേണ്ട എന്നാണ്. പ്രകൃതിയുടെ പതി ബാബയാണ്. അപ്പം നമ്മളും പറയുന്നു ആത്മാവ് ആത്മാ പരമാത്മാ കാ पिता है. आत्मा परमात्मा का पिता है. प्रकृति मेरी माँ है. ആത്മാക്കളുടെ അച്ഛൻ പരമാത്മാവാണ്, പ്രകൃതി അമ്മയാണ്. ഈ സമയം കയ്യോക്കോ ജഹാ തഹാ കാണാൻ നഹി ഹെ, പാനി നഹി ഹെ. ഇപ്പോഴോ നോക്കിയാല് മനുഷ്യർക്ക് ഭക്ഷിക്കാനൊന്നുമില്ല, കുടിക്കാൻ വെള്ളമില്ല. ധർത്തി പർ പാപ് ഹോ രഹാ ഹെ, ഭൂമിയിൽ അത്ര പാപമാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് ആഹാരങ്ങൾ കിട്ടാത്തത്, താമസിക്കാനും സ്ഥലം കിട്ടുന്നില്ല. ആത്മാ പരമാത്മാവിൽ നിന്നും വേറിട്ടിരിക്കുകയാണ്. അധീനത കാരണം മായ പ്രവേശിച്ചു. പ്രകൃതിക്കും അധീനമാണ്. ഇപ്പോൾ നാം മാറിക്കൊണ്ട് വരികയാണ്. ലോകര് ആകാശം, ചന്ദ്രൻ, നക്ഷത്രങ്ങളെല്ലാം കണ്ട് സന്തോഷിക്കുന്നുണ്ട്. സത്യയുഗത്തിലും ഇതെല്ലാം ഉണ്ടായിരിക്കും. സതോ ഗുണ ദൃഷ്ടിയിലൂടെ ഈ പ്രകൃതിയെയും നാം സതോപ്രധാനമാക്കണം. ആത്മാവ് ഉള്ളിൽ സതോപ്രധാനമായി ശരീരത്തിനെയും സതോപ്രധാനം ആക്കുകയാണ്. ഈ അഴുക്കുകളെല്ലാം ഇപ്പോൾ സമാപ്തമായി. നോക്കുന്നു, അഴുക്ക് പോകുകയാണോ, അതോ അഴുക്ക് പോയിക്കൊണ്ടിരിക്കുകയാണോ, അതോ ചുമ്മാതെ ഞാൻ ബാബയുടെ മുന്നിൽ ഇരിക്കുകയാണോ? ആത്മാവിലെ അഴുക്ക് പോകുകയാണോ, അതോ ഞാൻ വെറുതെ ബാബയുടെ മുന്നിൽ ഇരിക്കുകയാണോ? സത്യസന്ധമായി ചോദിക്കൂ. എങ്ങനെ മമ്മ ബാബ ഇരുന്ന് തപസ് ചെയ്തു? അങ്ങനെ തപസ് ആര് ചെയ്യുന്നുണ്ട് എന്നാണ്. ബാബ അവസാനം വരെ സെക്കൻഡ് ബി കൊയ് ബാത് സോച്നെ നഹി ദിയാ. ലാസ്റ്റ് വരെ ബാബ ഒരു സെക്കൻഡ് പോലും ഒരു കാര്യത്തെ കുറിച്ചും ബാബ ചിന്തിക്കാൻ അനുവദിച്ചിട്ടില്ല. ബാബ എങ്ങനെ? അതുപോലെ തപസ്. ഓരോരുത്തരും മനസ്സിലാക്കണം, ഞാൻ യജ്ഞത്തിന്റെ ആരാണ്? ഫൗണ്ടറാണ്. ഓരോരുത്തരും വിചാരിക്കണം, ഇത് എന്റെ യജ്ഞമാണ്, ഇത് എനിക്ക് വേണ്ടി രചിച്ച യജ്ഞമാണ്, ഞാൻ യജ്ഞത്തിന്റെ ഫൗണ്ടറാണ്, ഞാൻ യജ്ഞത്തിന്റെ പില്ലറാണ്.
യജ്ഞം എന്ത് മുഴുവൻ കൽപ്പത്തിലും നമ്മുടെ ആധാരത്തിലാണ് ഇതെല്ലാം നിൽക്കുന്നതിൽ. അടുത്ത കൽപ്പം നമ്മളാണല്ലോ തായ്തടിയിൽ വരുന്നത്, നമ്മളാണല്ലോ എല്ലാറ്റിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. സർവധർമ്മങ്ങൾക്കും ആധാരം നമ്മൾ തന്നെയാണ്. അതും ധർമാത്മാക്കൾക്ക് തോന്നും എന്താണ്, നിങ്ങൾ തന്നെയാണ് ഞങ്ങളുടെ പൂർവികർ എന്ന്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ സ്മരിച്ച് സ്മരിച്ച് സ്വയം ശക്തി നിറച്ചു വെക്കുകയാണെങ്കിൽ സ്മൃതി സ്വരൂപരായി ഇരിക്കാൻ സാധിക്കും. എന്താണോ മധുരമായ ബാബ പറയുന്നത് അത് സ്മരിക്കൂ. ചിന്തനങ്ങളിൽ നിന്നും ഫ്രീ ആകണം, വ്യർത്ഥമായ ചിന്തനങ്ങളിൽ നിന്നും ഫ്രീ ആകണം. ഓരോരുത്തരും അവരവരുടെ ഉള്ളിൽ നോക്കൂ, ഞാൻ ചിന്തയിൽ നിന്നും ഫ്രീ ആണോ അല്ലയോ എന്ന്. ചിന്ത കിസി ബാത് കി ആഹി നഹി സക്തി. ഒരു കാര്യത്തെ കുറിച്ച് നിങ്ങൾക്ക് ചിന്ത വരാൻ സാധ്യമല്ല എന്നാണ് പറയുന്നത് ആദ്യം. ചിന്തൻ സേബി പരചിന്തൻ സേബി ഫ്രീ. പരചിന്തനയിൽ നിന്നും നമ്മൾ ഫ്രീ ആയി. സിമരൻ ഓർ ചിന്തൻ മേ ബി ഫറക് ബോധ. സ്മരിക്കുക ചിന്തിക്കുക ഇതിനും വ്യത്യാസമുണ്ട്. ചിന്തൻ ഉൾട്ടാ ചൽ ജായേഗ. ചിന്തനം എന്താകും, വേറെ 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 അങ്ങ് തലതിരിഞ്ഞ് അങ്ങ് പോകാൻ ചാൻസ് ഉണ്ട്. സിമരൻ സ്മരിക്കുക, അത് തലതിരിഞ്ഞ് ചിന്തിക്കില്ല എന്നാ പറയുന്നത്. എനിക്ക് മേരെ കോ തോ സീതാ കർത്താ ഹി ഹേ ദൂസറോ കോ വൈബ്രേഷൻസ് സീതാ കർ ദേഗ. എന്നെ ബാബ ശരിയാക്കുന്നു, മറ്റുള്ളവരെ നമ്മൾ വൈബ്രേഷൻ കൊടുത്ത് ശരിയാക്കണം. കോയി പ്രോബ്ലം ആയി, ഇപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രോബ്ലം വന്നു, സ്നേഹത്തിന്റെ ബലം കൊണ്ട് അത് ശരിയാക്കി. ബാബ നമ്മളെ എങ്ങനെയാണ് ശരിയാക്കുന്നത്? അവ്യക്തമായിട്ടും വദനത്തിൽ ശാന്തമായി ഇരിക്കുകയാണോ ബാബ? അവ്യക്തമായിട്ടും ബാബ നമുക്ക് ശക്തികളുടെ പാലന തന്നുകൊണ്ടേയിരിക്കുകയാണ്. പാലന, പഠിത്തം, പ്രാപ്തി, ഇത് മൂന്നും കിട്ടിയിട്ടുണ്ട്. എവിടുന്നാ കിട്ടിയിരിക്കുന്നത്? യാദ് ദിലാ രഹാ ഹേ, ഓർമ്മിപ്പിക്കുകയാണ് ഇത്. അകക്കണ്ണ് ബാബ നമ്മുടെ അകക്കണ്ണ് തുറന്നിരിക്കുകയാണ്. പുറം കണ്ണുകൊണ്ട് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുന്ന ശീലമുണ്ടല്ലോ. തോ കഹേങ്കെ കേസാ നാ ദേക്കും. അവരാണ് പറയുക ഇതെങ്ങനെ കാണാണ്ടിരിക്കും, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോ എങ്ങനെ കാണാണ്ടിരിക്കുന്ന. ഓ കർത്താരഹേ തൂ ദേക്തിരഹോ. ശരി, അവര് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുള്ളൂ, നിങ്ങളത് കണ്ടുകൊണ്ടിരുന്നോളൂ. ऐसा करने वाला है, बोलने वाला है, समझो तो सही में क्या बोलता है. ഇങ്ങനെ ചെയ്യുന്നവര്, ഇങ്ങനെ പറയുന്നവര് അവരെന്താ പറയുന്നതെന്ന് അവരൊന്ന് ചിന്തിക്കണം. ആ അപ്നി കറോ. ബാബ നമുക്ക് എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് വേണം നമ്മൾ ചെയ്യാൻ. ബീച്ച് കിസി ആത്മാക്ക ബി അന്തർനാക. ഇടയ്ക്ക് ബാബ പറയുന്നതിന്റെ ഇടയ്ക്ക് വേറെ ആരെയും നിങ്ങൾ കൊണ്ടിടണ്ട. നാ തും ദോ ആത്മാക്ക ബീച്ച് മേ ആവ. രണ്ടാത്മാക്കളുടെ ഇടയ്ക്ക് നിങ്ങൾ വരണ്ട. മിയ ബീബി ലടേങ്കെ ഫിർ ബനേങ്കെ ബി. അവര് തമ്മിൽ അടികൂടും, പിന്നെ അവര് തമ്മിൽ ചേരുകയും ചെയ്യും. നിങ്ങള് ഇടയ്ക്ക് കയറി എന്തിനാ പോകുന്ന? ഇടയ്ക്ക് നിങ്ങൾ കുടുങ്ങണ്ടെന്നാ പറയുന്നത്. ചിന്തൻ കർണേ മേ ബി സുദ്രേഖാനെങ്കിൽ നിങ്ങൾ ഇതൊക്കെ കുറിച്ച് ചിന്തിച്ചാലൊന്നും അവര് നന്നാകാൻ പോകുന്നില്ല. പക്ഷെ എന്ത് ചെയ്യാം നമുക്ക്? ശുഭ ചിന്തകരാകുന്ന എന്ത് വേണം? വണ്ടർ ഹോ ജാതെ. ശുഭചിന്തനം ചെയ്യുമ്പോൾ അവിടെ അത്ഭുതങ്ങൾ നടക്കും എന്നാണ്. ദോനോക്കോ താക്കത്ത് മിൽത്തി. അവിടെ രണ്ടു പേർക്കും പവർ കിട്ടുന്നുണ്ട്. അഗർ ഹം ശുഭ ചിന്തക് നഹീ രഹത്തെ തോ ഉൻകാ ആപസ് മേ ഹിസാബ് കിതാബ് ഹേ. നോക്കൂ, നമ്മള് ശുഭചിന്തകരല്ല എങ്കിൽ എന്താകുന്നുണ്ട്? അഗർ ഹം ശുഭചിന്തക് നഹീ രഹത്തെ, നമ്മൾ ശുഭചിന്തകരല്ല എങ്കിൽ കർമ്മക്കണക്കുകളാണ് അവിടെ ഉണ്ടാകുന്നത്. ജിസ്കാ ബന്ന ശുരു ഹുവാ ജൽദി ഖത്തം നഹീ ഹോത്ത. കർമ്മക്കണക്ക് തുടങ്ങിയാൽ അതൊന്നും പെട്ടെന്ന് തീരുന്നില്ല. അപ്പൊ ഈ ദോനോക്കെ ബീച്ച് മേ ആപ് ഗയി തോ ക്യാ ഹോഗാ. രണ്ടുപേരാണ് അവിടെ തമ്മിലുള്ളത്. വഴക്കാകട്ടെ സംസാരമാകട്ടെ, നിങ്ങൾ അതിന്റെ ഇടയ്ക്ക് പോയാൽ എന്താകും? പിന്നെ ഉസ് ഹിസാബ് കിതാബ് തുമ്പി ഫസ് ഗയി. അതിൽ നിങ്ങൾക്കും ഒരു കണക്ക് വരും. ഹമേ ന്യാര. നമ്മൾ എന്ത് ചെയ്യണം? വേറിട്ടിരിക്കണം, നിർലേപമായിട്ടിരിക്കണം, നിർമോഹിയാകണം. ഏസെ അപ്നെ ആപ്കോ സംഭാൽ കെ ചലന. അങ്ങനെ നിങ്ങൾ നിങ്ങളെ സൂക്ഷിച്ചോണം എന്നാ പറയുന്നത്. संभाल के चलना माना कोई डर नहीं है ना, पर मिसाल तो कोई बने. സൂക്ഷിച്ച് നടക്കുക എന്ന് പറഞ്ഞാൽ ഭയമില്ല അവിടെ, പക്ഷെ മറ്റുള്ളവർക്ക് മാതൃകയാകുക എന്നതാണ്. ഹരേ കഹേഗ. ഓരോരുത്തരും പറയുന്നത് വലിയ പാടാണല്ലോ എന്ന്. तो कौन है प्रभु का प्यारा. ആരാണ് പ്രഭുവിനെ ഇഷ്ടപ്പെടുന്നവര്?
ബാബ പ്യാർ तो सबको करता ബാബ എല്ലാവരെയും സ്നേഹിക്കുന്നുണ്ട്. കിസ്കോ കാസ് പ്യാർ करता ये भी तो बताता है. ആരെയാണ് ഞാൻ പ്രത്യേകം സ്നേഹിക്കുന്നത് അതും ബാബ പറയുന്നുണ്ട്. तो मैं कास मैं क्यों ना आओ. അപ്പൊ എന്തുകൊണ്ട് ഞാൻ പ്രത്യേകം സ്നേഹിക്കുന്ന ലിസ്റ്റിൽ വന്നുകൂടാ? റീസ് നഹി കർണി ഹേ പർ ഭാഗ്യ ക്യൂ ചോട്. നമ്മൾ ആരോടും മത്സരിക്കരുത്, പക്ഷെ എന്റെ ഭാഗ്യം ഞാൻ ഉപേക്ഷിക്കരുത്. परंतु भाग्य मेरे संकल्प से है, संबंध रखने से है. ഭാഗ്യം എന്റെ സങ്കല്പത്തിലൂടെ ഉണ്ടാക്കാം, സംബന്ധങ്ങളിലൂടെയും ഉണ്ടാക്കാം. കുച്ച് ഭി ഹോ ജായേ, എന്ത് തന്നെ സംഭവിച്ചാലും സംബന്ധ് മുझे अच्छा बना के रखना है. ഞാൻ നല്ല സംബന്ധം വെച്ചേക്കണം. जितना बाबा के साथ उतना बाबा के परिवार के साथ. ബാബയുടെ നിങ്ങൾക്ക് എത്ര നല്ല സംബന്ധം ഉണ്ടോ അത്രയും പരിവാരത്തിലുള്ളവരോടും നല്ല സംബന്ധം വേണം. तो സത്യുഗി സംസ്കാർ ഇമർജ് ഹോ ജായേഗ. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളിൽ സത്യുഗ സംസ്കാരം വരും. हमको लक्ष्मी नारायण की कथा करके सच की नैया में बैठ के बेड़ा पार होना है. ലക്ഷ്മി നാരായണനാകാനുള്ള കഥ കേട്ട് തോണിക്കാരൻ കൊണ്ടുപോകുന്ന തോണിയിലിരുന്ന് അക്കരയിലേക്ക് പോകണം നമ്മള്. സത്യത്തിന്റെ തോണിയിലിരുന്ന് അക്കരയ്ക്ക് പോകണം നമ്മള്. മായ ക്യാ ഹേ മഹാരഥി കെ ആകെ തോ ചീന്തി ഹേ. മായ എന്ന് പറയുന്നത് മഹാരഥികളുടെ മുള്ളിൽ ഉറുമ്പ് പോലെയാണ്. മഹാരഥികളുടെ മുന്നിൽ മായ ഉറുമ്പിന് തുല്യമാണ്. പാവ് കെ നീച്ചെ ആത്തി ഹേ തോ വഹി ഖത്തം ഹോ ഗയി ബിചാരി. ഉറുമ്പ് കാലിനടിയിൽ വന്നാ എന്ത് ചെയ്യും? അവിടെ തന്നെ അത് ചത്തുപോകും, തീർന്നു പിന്നെ പാവം. पर कान में कोई बात आती है तो कैसे हाल होता है. പക്ഷെ ചെവിയിൽ ആരുടെങ്കിലും എന്തെങ്കിലും വാർത്ത കേട്ടാൽ എന്തായി പിന്നെ മനസ്സവിടെ? എന്തെങ്കിലും വാർത്ത ചെവി കേട്ടാൽ കാലിനടി വന്നാൽ നമുക്കതിനെ ഇല്ലാതാക്കാം, പക്ഷെ ചെവി കേട്ടാൽ എന്തായി പിന്നെ? അച്ഛാ ഗോഡെ സവാർ ബനാ തോ ജമ്പ് ലഗ. ശരി, നിങ്ങള് കുതിരപ്പടയെങ്കിൽ ആകെ ജമ്പ് ചെയ്തിട്ട് അങ്ങ് പോകാം. ജമ്പ് ബി നഹി ലഗാത്താ ഹെ ഹിമ്മത്ത് ഹാർ ദി തോ ക്യാ ബനാ ഫ്യാദ. ചാടാനും പറ്റുന്നില്ല, പിന്നെ ചെവിയിലും കേറി. അപ്പൊ പിന്നെ ആരായി? നമ്മള് കാലാൽ പടയായി എന്നാണ്. ഖാൻ മേ ബാത് ഗയിത്ത് കിത്തിരി നുക്സാന കാലത്ത് ഹേ. കാര്യങ്ങൾ ചെവി പോയാ ഒരുപാട് നഷ്ടങ്ങളാണ് അവിടെ. സുൻകെ ഹാ കഹന ഭൂൽ ഹേ. ആരുടെങ്കിലും എന്തെങ്കിലും കേട്ട് നിങ്ങൾ ഹാ 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 എന്ന് പറയുന്നതും എന്താണ്? തെറ്റാണ്. നമുക്കെന്ത് വേണം? ബാബ എന്ത് പറയുന്നത് അത് നമ്മൾ കേൾക്കാന്നും പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് മാറുകയാണ് വേണ്ടത്. ഒറ്റപ്പെടുത്തണം. ഈ കുറ്റം പറയുന്നവരെയും പരിദൂഷണം പറയുന്നവരെയും നമ്മൾ എന്ത് ചെയ്യണം? ഒറ്റപ്പെടുത്തണം. ഹാ 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 എന്ന് കേട്ടാലും അതും തെറ്റാണ്. മമ്മാനെ കബി ऐसे बैठ के सुना नहीं होगा, हाँ नहीं कहा होगा. മമ്മ ഒരിക്കലും ഇങ്ങനെ ഇരുന്ന് കേട്ടിട്ടില്ല ആരുടെയും പരദൂഷണങ്ങള്. കേട്ടിട്ട് ഹാന്നും പറഞ്ഞിട്ടില്ല മമ്മ. സുനീത് സുനായെങ്കി ഉസ്കെ ലിയെ സമയം നഹി. അഥവാ കേട്ടാലും ആരെയും കേൾപ്പിക്കുന്നില്ല, കാരണം സമയമില്ല. ജറൂറത്ത് നഹി, അതിന്റെ ആവശ്യവും ഇല്ല. ബാത്തോ മേ ജാന മാന കാണ്ടോ കെ ജംഗൽ മേ ജാന. ആവശ്യമില്ലാത്ത വിഷയങ്ങളിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ വിഷയങ്ങളാകുന്ന വനത്തിന്റെ ഉള്ളിൽ പോകുക. വനത്തിൽ പോയാൽ പിന്നെ എങ്ങനെ പുറത്തു വരുന്നു പറയും. हमको तो बाबा ने റോസ് ഗാർഡൻ ബനാനെ കി സേവ ദി ഹേ. ബാബ നമ്മളെ റോസ് ഗാർഡൻ ഉണ്ടാക്കാനാ പറഞ്ഞിരിക്കുന്നത്. നാക്കി കാണ്ടോങ്കി ജംഗൽ ബനാക്കർ ബേട്ട. മുൾക്കാട് ഉണ്ടാക്കാനല്ല ബാബ പറഞ്ഞിരിക്കുന്നത്, അവിടെ ഇരിക്കാനല്ല പറഞ്ഞിരിക്കുന്നത്. ജഹ ഏക് ദോക്കോ കാണ്ട ലഗാത്തെ രഹോ. മുൾക്കാടിൽ പോയാ പരസ്പരം മുള്ളു കുത്തിയിട്ടേ ഇരിക്കും. അതാണ് മുൾക്കാടിൽ ഇരിക്കുക എന്ന് പറഞ്ഞാല്. മഹാരഥി വഹ നഹി ഹേ ജിസ്നെ സെക്കൻഡ് മേ ബാത് സുനി. മഹാരഥി എന്ന് വെച്ചാൽ ആരല്ല? കാര്യങ്ങൾ കേട്ടു, ബസ് ശക്കൾ ഉത്തർ ഗയി, മുഖഭാവം മാറി, നീന്ത് ഫിട്ട് ഗയി, പിന്നെ അവർക്ക് ഉറക്കം വരുന്നില്ല. ഗോഡെ സവാർ സെ ഹട്ട്കർ പ്യാദയ്ക്ക് ലെമ്യാ ജാതി. ഇങ്ങനെയുള്ളവര് കുതിരപ്പടയിൽ നിന്ന് മാറി കാലാൽ പടയിൽ പോയി നിന്നു. ഉസേ ചലാബി നഹി ജാ രഹാ ഹേ കഹേഗ മുझे छोड़ दो. നടക്കാൻ പറഞ്ഞാൽ അവർ എന്നെ വിട്ടേക്കെന്ന് പറയാതെ. എന്നോടൊന്നും പറയണ്ട, എനിക്കൊന്നും വേണ്ട, എന്നെ വിട്ടേക്കെന്നേ പറയുള്ളൂ അവര്. हमें प्रत्यक्ष प्रमाण रूप बनना है. നാം മറ്റുള്ളവരുടെ മുന്നിൽ പ്രത്യക്ഷമായ മാതൃകയാകണം. जो प्रत्यक्ष है उसकी प्रमाण देने की कोई जरूरत नहीं. ആരാണ് പ്രത്യക്ഷമായിട്ടുള്ളത് അതിന് തെളിവ് കൊടുക്കേണ്ട ഒരു ആവശ്യവും വരുന്നില്ല. ബാബ കാ ഗാർഡൻ ഹെ. ബാബയുടെ ഗാർഡനാണ്. അന്തർ ജാക്കർ കൂടാ കിച്ചട നിക്കാലോ. ഉള്ളിൽ പോയി ചപ്പു ചവറ എടുക്കുക.
ജിസെ സാധാ ഗാർഡൻ ദിഖായി പടേഗ. ജിസെ അങ്ങനെ ചപ്പുചവറെടുക്കാൻ പോയാൽ സാധാരണ ഗാർഡനെ കാണുള്ളൂ. സേവായ ബാബ ഇത്തിനി കറാ രഹാ ഹേ. ബാബ ധാരാളം സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. पर हम अपने लिए क्या कर रहे. പക്ഷെ ഞാൻ എനിക്ക് വേണ്ടി എന്താണ് ചെയ്യുന്നത്? ബാബ कैसे ആത്മാओं को अच्छे अच्छे अनुभव करा के उमंग उत्साह दिलाता है. ബാബ നല്ല നല്ല കർമ്മങ്ങൾ ചെയ്യിപ്പിച്ച് ഉന്മേഷ ഉത്സാഹം തരികയാണ്. हमारा उमंग उत्साह कभी कम नहीं होना चाहिए. നമ്മുടെ ഉന്മേഷം ഉത്സാഹം ഒരിക്കലും കുറയരുത്. जैसे हमारी दादी का तभी उमंग कम नहीं देखा. പ്രകാശ്മണി ദാദിക്ക് ഉന്മേഷം കുറഞ്ഞതായിട്ട് ഒരിക്കലും കണ്ടിട്ടേ ഇല്ല. ഉമംഗ് ഉത്സാഹ തബ് रहता है जब अंदर हिम्मत होती है. ഉള്ളിൽ ധൈര്യമുണ്ടെങ്കിൽ ഉന്മേഷം ഉത്സാഹം ഉണ്ടായിരിക്കും. ഹിമ്മത്ത് സാരി ലൈഫ് में कभी चोरी नहीं होगी. ദാദി പ്രകാശ്മണി ദാദി ജീവിതകാലം മുഴുവനും ധൈര്യം കളഞ്ഞിട്ടേ ഇല്ല അവര്. ഹിമ്മസെ ബാബയ്ക്ക് മദത് ഹേ. ധൈര്യത്തിലൂടെയാണ് ബാബയുടെ സഹായം. ഹിമ്മത്ത് ഉത്സാഹ ഹേ. ധൈര്യത്തിലൂടെ ഉത്സാഹമുണ്ട്. ഉത്സാഹസെ ഉമംഗ്. ഉത്സാഹം ഉണ്ടെങ്കിൽ ഉന്മേഷവും ഉണ്ട്. ഉമംഗ് സിർഫ് ആതാ ഹേ ഉത്സാഹ നഹി ഹേ. ഉന്മേഷം വരും, പക്ഷെ ഉത്സാഹമില്ലെങ്കിലോ? तो खुशी नहीं. അപ്പൊ ഖുഷിയില്ല. जो निमित्त है उसको खुशी नहीं है. तो നിമിത്തമായവർക്ക് സന്തോഷം ഇല്ലെങ്കിൽ दूसरे बिचारे ठंडे ठाकुर पहले से ही. മറ്റുള്ളവരെ തണുപ്പടിച്ചിരിക്കുകയാണ് അവര്. ഈ നിമിത്തമായവർക്ക് സന്തോഷം ഇല്ലെങ്കിൽ പിന്നെ മറ്റുള്ളവരെന്തായിരിക്കും അവസ്ഥ? മറ്റുള്ളവരുടെ അവസ്ഥയും എന്തായിരിക്കും? क्या होगा? दूसरे बिचारे निमित्त वाले ऐसे बैठेंगे तो सबका क्या हाल होगा. इसीलिए किसी कारण से भी हिम्मत पुरुषार्थ में हारो. ഒരു കാരണം കൊണ്ടും ധൈര്യത്തിലും പുരുഷാർത്ഥത്തിലും തോറ്റു പോകരുത്. അങ്ങനെ തോറ്റു പോകുകയാണെങ്കിൽ ഒരിക്കലും വിജയമാലയിൽ വരാൻ സാധിക്കില്ല. ഓം ശാന്തി. ജാനകിദാദിയുടെ മഹാവാക്യങ്ങളാണ് നമ്മൾ കേട്ടത്, പത്രപുഷ്പത്തിലുള്ളത്. ദാദി തന്റെ അനുഭവം കൊണ്ട് ഈ ജ്ഞാനം തന്നെയാണ് കേൾക്കുന്നത്. പക്ഷെ ദാദി എന്താണോ അനുഭവത്തിലൂടെ പഠിച്ചത്, ജീവിതത്തിൽ ജ്ഞാനം പ്രാവർത്തികമാക്കിയ ശേഷം ദാദിക്ക് എന്താണോ അനുഭവങ്ങൾ കിട്ടിയത്, അതാണ് ദാദി നമുക്കിപ്പം ക്ലാസിന്റെ രൂപത്തിൽ പറഞ്ഞത്. ഓം ശാന്തി.